السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ നിരർത്ഥകതയെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരുന്നുണ്ട്. അതിൽപ്പെട്ട 2 വചനങ്ങളാണ് ഇന്ന് ഈ ദർസിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2 വചനങ്ങൾ അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി പിന്നെ ഉറപ്പാണ് അള്ളാഹു അല്ലാത്തവരെ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. സൂറത്തു ഫാത്തിർ, പരിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായം, അതിൽ 13-ാമത്തെയും 14-ാമത്തെയും വചനങ്ങൾ അള്ളാഹു പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമർ. രാത്രിയെ പകലിൽ അവൻ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിലും അവൻ പ്രവേശിപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, അവൻ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മ. നിശ്ചിതമായ ഒരു പരിധിവരെ അവയോരോന്നും സഞ്ചരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും. നിങ്ങളുടെ റബ്ബായ അള്ളാഹു അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബായ അള്ളാഹു. ലഹുൽ മുൽക്ക്. അവനാകുന്നു രാജാധിപത്യം. ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം അവനാകുന്നു ഇവയെല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: വല്ലദീന തദ്ഊന മിൻ ദൂനിഹി. അവന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ. അള്ളാഹുവിന് പുറമേ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാവരും പെട്ടു. അള്ളാഹു അല്ലാത്ത എല്ലാവരും പെട്ടു. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, മഹാന്മാർ, മഹദികൾ, വിഗ്രഹങ്ങൾ, മലക്കുകൾ, എല്ലാവരും പെട്ടു അതിൽ. ആരാവട്ടെ? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി. അവന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ. മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു ഈത്തപ്പഴം എന്നല്ല, ഈത്തപ്പഴക്കുരു എന്നല്ല, ഈത്തപ്പഴക്കുരുവിന്റെ മുകളിലുള്ള പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഇതാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ. രോഗം മാറുവാൻ വേണ്ടി, കളഞ്ഞുപോയ വസ്തു കിട്ടുവാൻ വേണ്ടി, കടം വീടുവാൻ വേണ്ടി, രോഗം മാറുവാൻ വേണ്ടി, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, വീട് പണി പൂർത്തിയാകുവാൻ വേണ്ടി, ജോലി ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ ഏതാണ്? ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. ഇത്രയും ദുർബലരായ ആളുകളോട് ഇൻ തദ്ഊഹും, അവരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ വിളിയെ, നിങ്ങളുടെ പ്രാർത്ഥനയെ, നിങ്ങളുടെ ദുആനെ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, അവർ കേട്ടാൽ, ഇനി അവർ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നതല്ല. ഒരിക്കലും അവർക്ക് ഉത്തരം നൽകാൻ, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ ദുനിയാവിലെ അവസ്ഥ അങ്ങനെ. എന്നാൽ പരലോകത്താണെങ്കിലോ, വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും. നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ശിർക്ക് എന്നാണ്. ആ ശിർക്കിനെ അവർ നിഷേധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. വലാ യുനബ്ബിഉക, നിനക്ക് വിവരം നൽകുന്നവനില്ല. മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനമുള്ളവനായ അള്ളാഹുവിനെ പോലെ നിനക്ക് വിവരം നൽകുന്ന ഒരാളുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ നിരർത്ഥകതയെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് മോചനം നേടുക, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, യഥാർത്ഥ മുഅ്മിനായി മാറുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ, അവന്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.